ഇന്നലെ പൊന്മാൻ സിനിമ കണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് ജ്യോതിശങ്കറാണ്. എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപൻ ആൻഡ് ജസ്റ്റിൻ മാത്യു. GR ഇന്ദുഗോപൻ്റെ തന്നെ 4-5 ചെറുപ്പക്കാർ എന്നുള്ള നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പേര് പൊന്മാൻ എന്നുള്ള പേര് ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പൊന്മാൻ എന്നുള്ള പക്ഷി, മേ ബി അതായിരിക്കാം. ബട്ട് ഗോൾഡ് പ്ലസ് മാൻ, സ്വർണം ചുമന്നുകൊണ്ട് വന്ന മനുഷ്യൻ, അതാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം ആക്കുന്നത്. സിനിമ കണ്ട ശേഷമാണ് മനസ്സിലായുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സിനിമ. ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടതായിട്ട് ഓർക്കണില്ല. കാരണം വേറൊന്നുമല്ല, അത്രയും അധികം സാമൂഹിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സിനിമയിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. അഭിനയത്തിൻ്റെ കാര്യം ബേസിലാണെങ്കിലും, ലിജോ മോൾ ജോസ് ആണെങ്കിലും, അതേപോലെ നമ്മുടെ അംബാനാണെങ്കിലും ഒന്നിനൊന്നും വെച്ച് സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കാസ്റ്റ് ചെയ്ത എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് അജേഷ്, PP അജേഷ്. അയാൾ ഗോൾഡ് ഡീലറാണ്. അപ്പോൾ ലിജോ മോൾ ജോസിൻ്റെ കല്യാണത്തിനായിട്ട്, സ്റ്റെഫി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, കല്യാണത്തിനായിട്ട് കുറച്ച് ഗോൾഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഈ ഗോൾഡ് തിരിച്ച് കിട്ടിയോ അതോ പിന്നെന്താണ് സംഭവിച്ചത്, അതാണ് കഥ. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായിട്ട് പോകും. ഓരോരുത്തരുടെ ക്യാരക്ടറും അടിപൊളിയാണ്, ഒരു രക്ഷയല്ല. പ്രത്യേകിച്ച് ഡയലോഗ്സ്, നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത തരം ഡയലോഗ്സാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ ചിത്രീകരിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്ത് മാത്രമല്ല എവിടെയും ഈ കഥ നടക്കാം. നമുക്കറിയാം സ്വർണം കൊണ്ട് എത്ര പേര് രക്ഷപ്പെട്ടു എന്നറിയില്ല. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി കുടുംബങ്ങൾ വഴിയാധാരായിട്ടുണ്ട്, കടക്കണിയിലായിട്ടുണ്ട്. എന്നിട്ട് ഇന്നും മനുഷ്യൻ സ്വർണം ഉപയോഗിക്കുന്നുണ്ട്, സ്വർണം മേടിക്കുന്നുണ്ട്. അതും കടം മേടിച്ചും പല കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു തീമുള്ള കഥ നമുക്ക് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അത് അത്രയും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ഡീപ്പായിട്ട് പോവുകയാണ്. കുറച്ച് സ്പോയിലർ ഉണ്ടാവും. കാണാത്തവർ ഈ ഭാഗം കാണണമെന്നില്ല. ഇനി കണ്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ചില ഡയലോഗ്സ് അതെന്താണ് അർത്ഥമാക്കുന്നത്, സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഒരു അനലൈസ് പോലെ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ സജിൻ ഗോപു